ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിനിമാ മന്ത്രി ഇവരുടെ വളരെ അടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു നയങ്ങളായിരിക്കാം കൂടുതലും നടക്കുന്നത്. ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകൾ എടുത്തു നോക്കിയാലും എല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന വ്യക്തികളുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് സിനിമാ മന്ത്രി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി. ഇതെല്ലാം പറഞ്ഞ് ഒരു മറുപടി പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്നൊക്കെ ഞാൻ എന്ത് നീതിയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ കോൺക്ലേവ് എന്ന് പറയുന്നു, ഇപ്പം ഫിലിം പോളിസി, ഇപ്പം ഷാജി സാറ് മരിച്ചതിന് ശേഷം ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥയെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ കോൺക്ലേവ് എത്രയോ നാളുകളായി പറയുന്നു. അത് അടുത്ത നടക്കുന്നെങ്കിൽ നടക്കട്ടെ, നല്ല കാര്യം. സിനിമയിൽ മാറ്റങ്ങൾ വരണം, ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ വരണം. കാര്യം ഇത് ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ കുത്തകയായിട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ചു പേര് ഒരു മാഫിയ പോലെ നിന്ന് അത് പല അസോസിയേഷൻസ് ആയിട്ടാണ് എന്ന് മാത്രം. ഇതെല്ലാം ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അത് പൊതുസമൂഹത്തിന് കാണുമ്പോൾ മനസ്സിലാവില്ല എങ്കിൽ പോലും ഇതൊരു വലിയ മാഫിയയാണ്. അതിനെഗെയിൻസ്റ്റ് ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തികൾക്കോ ഒന്നും നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് അതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും.